നമസ്കാരം. നമസ്തേ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യമാക്കി മാറ്റാനുള്ള പല പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എയർ രംഗത്ത് ഏറ്റവും പുതിയ വിമാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റുള്ള മേഖലകളിലെല്ലാം തന്നെ ആധുനിക ടെക്നോളജിയും AI ഉപയോഗിച്ചുള്ള സംവിധാനങ്ങളുമെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില ഭാഗത്ത് ഇന്ത്യ തീരെ മോശമാണ്. പ്രത്യേകിച്ച് കടലിനടിയിൽ കൂടെയുള്ള യുദ്ധങ്ങൾ, അതായത് അന്തർവാഹിനി വഴിയുള്ള യുദ്ധങ്ങളിൽ ഇന്ത്യ തീരെ താഴെയാണെന്നുള്ള റിപ്പോർട്ടാണ് ഉള്ളത്. ചൈനയേക്കാൾ ഇന്ത്യക്ക് മുങ്ങിക്കപ്പലുകൾ കുറവാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ 6 മുങ്ങിക്കപ്പൽ, ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള, ഏറ്റവും ടെക്നോളജി ഉപയോഗിച്ചുള്ള 6 മുങ്ങിക്കപ്പൽ ജർമ്മനിയിൽ നിന്ന് 90,000 കോടി രൂപയ്ക്ക് ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ച് അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഈ മറ്റു പല മേഖലകളിലും ഇന്ത്യ, അതായത് യുദ്ധത്തിന്റെ മിസൈൽ നിർമ്മാണം, അത് ബാലിസ്റ്റിക് മിസൈൽ ആകട്ടെ, ക്രൂയിസ് മിസൈൽ ആകട്ടെ, അതല്ലെങ്കിൽ ഹൈപ്പർസോണിക്, ആധുനിക ഹൈപ്പർസോണിക് മിസൈൽ ആകട്ടെ, ഈ മേഖലകളിലൊക്കെ വലിയ നേട്ടങ്ങൾ ഇന്ത്യ കൈവരിച്ചപ്പോഴും അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ ചൈനയെ അപേക്ഷിച്ച് പിറകിലാണ്. നമുക്കും ചൈനയ്ക്കും ഇടയിൽ ഒരു വലിയ അന്തരമുണ്ട്. 40-45 അന്തർവാഹിനികളുള്ള ഒരു വലിയ രാജ്യമാണ് ചൈന. ചൈനയുടെ അന്തർവാഹിനി ഫോഴ്സ്, സബ്മറീൻ ഫോഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. പക്ഷെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഒരു 20ഓളം അതായത് നമ്മുടെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ ഉൾപ്പെടെ 20ഓളം എണ്ണമേ ഉള്ളൂ. ഇതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ദൗർബല്യമാണ്. ഈ ദൗർബല്യം മറികടക്കാനായിട്ട് ഇന്ത്യ ഇപ്പോൾ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് P-75 എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ജർമ്മനിയുടെ സഹായത്തോടുകൂടി 6 പരമ്പരാഗത അന്തർവാഹിനികൾ, പക്ഷെ പരമ്പരാഗത അന്തർവാഹിനികൾ എന്ന് പറയുമ്പോൾ അത് ഡീസൽ ഇലക്ട്രിക് എഞ്ചിൻ ഉപയോഗിക്കുന്നതാണെന്നുള്ളത് മാത്രം അർത്ഥമാക്കിയാൽ മതി. പരമ്പരാഗത അന്തർവാഹിനികൾക്ക് പല ദിവസങ്ങളിലും ഇടവിട്ട് സമുദ്ര ഉപരിതലത്തിലേക്ക് വന്ന ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നും വലിച്ചെടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവ ശത്രുക്കളുടെ കണ്ണിൽപ്പെടുകയും ഈ അന്തർവാഹിനികൾ ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു ടെക്നോളജിയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. ആ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉള്ള 6 പുതിയ അന്തർവാഹിനികളാണ് നിർമ്മിക്കാനാണ് നമ്മൾ ഇപ്പോൾ ജർമ്മനിയുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ പോകുന്നത്. ഇത് ജർമ്മനിയിലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അന്തർവാഹിനി നിർമ്മാതാക്കളായ സ്വകാര്യ കമ്പനിയാണ് ജർമ്മനിയുടെ ടൈസൺ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ടൈസൺ ഗ്രൂപ്പും ഇന്ത്യയുടെ മാസഗോൺ ഡോക്ക് ലിമിറ്റഡ്, ഈ 2 സ്ഥാപനങ്ങളുടെ ചേർന്നായിരിക്കും, സംയുക്തമായിട്ടായിരിക്കും ഈ അന്തർവാഹിനി നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ടെക്നോളജി ടൈസൺ ഗ്രൂപ്പ് നൽകുമെങ്കിലും ഇതിൻ്റെ നിർമ്മാണം ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ജർമ്മനിയുമായിട്ട് അന്തർവാഹിനികൾ ജർമ്മനിയുമായിട്ട് സംയുക്തമായിട്ട് നിർമ്മിക്കുമ്പോൾ പല ചോദ്യങ്ങളും ഉണ്ടാകും. കാരണം ഇന്ത്യക്ക് സ്വന്തമായിട്ട് അന്തർവാഹിനികൾ നിർമ്മിക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെ എന്തിനാണ് ജർമ്മനിയുമായിട്ട് ചേർന്ന് അന്തർവാഹിനി നിർമ്മിക്കുന്നത്? ഇന്ത്യക്ക് സ്വന്തമായിട്ട് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ വരെ, അതായത് ലോകത്തിലെ ഏറ്റവും ആധുനികവും ഏറ്റവും മാരകവുമായ അന്തർവാഹിനികളാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നവ. അത്തരം അന്തർവാഹിനികൾ പോലും നിർമ്മിക്കാൻ ശേഷിയുള്ള ഇന്ത്യ പിന്നെന്തിനാണ് ഈ ജർമ്മനിയുമായിട്ട് ചേർന്ന് നിർമ്മിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആധുനിക ടെക്നോളജി നമ്മളിപ്പോൾ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും പ്രവർത്തനക്ഷമമായിട്ടില്ല. നമ്മുടെ DRDO എയർ ഇൻഡിപെൻഡന്റ് AIP എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പോൾ തദ്ദേശീയമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള പല അന്തർവാഹിനികളിലും ഇത് റിട്രോഫിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റീഫിറ്റ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ടെക്നോളജി, എല്ലാ തരം ആധുനിക ടെക്നോളജികളും ഉപയോഗിക്കുന്ന, അതായത് യൂറോപ്പിലെ ഏറ്റവും ആധുനികമായ അന്തർവാഹിനികൾ ഉള്ള ടെക്നോളജികൾ വരെ ഉപയോഗിക്കുന്ന 6 അന്തർവാഹിനികൾ ഇന്ത്യ വാങ്ങുന്നതിൽ അത് വളരെ വേഗം നമുക്ക് നിർമ്മിക്കാം. അതൊരു ഘടകമാണ്. ഈ നമ്മുടെ ഒരു അന്തർവാഹിനികളുടെ ഷോർട്ടേജ് ഒരു ഭാഗത്ത് പരിഹരിക്കാം. ഒരു ഭാഗത്ത് തദ്ദേശീയമായിട്ട് തന്നെ അന്തർവാഹിനികൾ നിർമ്മിക്കുന്നു, മറുഭാഗത്ത് വിദേശ ധാരണത്തോടെ നിർമ്മിക്കുന്നു. ഇനി മൂന്നാമത് നമ്മൾ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന
SSBN എന്ന് പറയുന്ന ക്ലാസ്സിലുള്ളതും SSN എന്ന് പറയുന്ന ക്ലാസ്സിലുള്ളതും, അതായത് SSBN എന്ന് പറയുന്നത് നമ്മൾ ഈ പിന്നെ സാങ്കേതിക ഒരു പദം എന്ന് പറയുന്നത് ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്നാണ്. SSN എന്ന് പറയുന്നത് ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ. ഈ SSBN അന്തർവാഹിനികളിൽ ബാലിസ്റ്റിക് മിസൈലുകളായിരിക്കും. SSN അന്തർവാഹിനികളിൽ കൂടുതലും ക്രൂയിസ് മിസൈലുകളായിരിക്കും. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള അണുശക്തി കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളും ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു പിന്നെ അന്തർവാഹിനികളുടെ ഒരു ഷോർട്ടേജ്, ദൗർലഭ്യം, അത് പരിഹരിക്കാൻ അതിവേഗ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. 2035 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ കൈവശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആക്റ്റീവായ 30-ലധികം അന്തർവാഹിനികൾ ഉണ്ടാകും എന്നാണ് കണക്കൂട്ടുന്നത്. ആ ഒരു 30-35 അന്തർവാഹിനികൾ ആകുമ്പോഴേക്കും ചൈനയെ നമുക്ക് നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മൾ ഒരു പരിധിവരെ നമ്മൾ കൈവരിച്ചിരിക്കും. എങ്കിലും അവരായിരിക്കും നമ്മളെക്കാൾ അധികം അന്തർവാഹിനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യം. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അമേരിക്കയെ പോലൊരു രാജ്യമാണ്. നമ്മളിപ്പം പസഫിക്കിൽ പോയിട്ട് അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടാനൊന്നും തൽക്കാലം പദ്ധതി ഇടുന്നില്ല. നമ്മൾക്ക് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക ഉള്ളതല്ല. പകരം നമ്മുടെ പ്രദേശത്തിന്റെ സുരക്ഷ, നമ്മുടെ പ്രദേശത്ത് വരുന്ന എത്ര വലിയ കൊലകൊമ്പനെ ആയാലും നമുക്ക് തടുത്തു നിർത്തണം. ഇതാണ് മുഖ്യമായിട്ടും ഇന്ത്യയുടെ ലക്ഷ്യം. ഈ ലക്ഷ്യമാണ് നമ്മുടെ ഓരോ പുതിയ പുതിയ ആയുധങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. മാത്രവുമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജനതയുടെ വികാസത്തിനുള്ള ഒരു ഫണ്ടും കൂടി നമ്മൾ കണക്കിലെടുക്കുന്നുണ്ട്. കാരണം ഈ ആയുധം വാങ്ങിക്കുമ്പോൾ വികസന പദ്ധതികൾ തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു സത്യവുമുണ്ട്. ചൈനയുടെ അത്ര വലിയ സമ്പദ് വ്യവസ്ഥയല്ല ഇന്ത്യ, അമേരിക്കയുടെ അത്ര വലിയ സമ്പദ് വ്യവസ്ഥയല്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ചെലവാക്കാൻ പറ്റുന്ന പണത്തിനും പരിമിതിയുണ്ട്. പക്ഷെ അത് മറികടക്കാൻ ഇന്ത്യ മറ്റു ചില സംവിധാനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അന്തർവാഹിനികൾക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന P-8 എന്ന് പറയുന്ന പൊസൈഡൺ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കടലിനടിയിലുള്ള അന്തർവാഹിനികളെ കൃത്യമായിട്ട് റഡാർ സംവിധാനം കൊണ്ട് ലൊക്കേറ്റ് ചെയ്യുകയും അത്തരം അന്തർവാഹിനികൾക്കെതിരെ മിസൈൽ ആകാശത്തിൽ നിന്ന് പ്രയോഗിക്കാനും പറ്റുന്ന ഒരു വിമാനമാണ് P-8 പൊസൈഡൺ. ഇത് അമേരിക്കയിൽ നിന്നാണ്, ബോയിങ്ങിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ MH-60 എന്ന ഹെലികോപ്റ്റർ, ഈ ഹെലികോപ്റ്ററും അന്തർവാഹിനി ആന്റി സബ്മറീൻ വാർഫെയറിൽ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. ഇവയ്ക്കും താഴെയുള്ള അന്തർവാഹിനികളെ ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ അവർക്ക് ആ അന്തർവാഹിനികൾക്കെതിരെ ടോർപിഡോ അല്ലെങ്കിൽ മിസൈലുകൾ വിക്ഷേപിക്കാനും ഒക്കെയുള്ള കഴിവുള്ളതാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അന്തർവാഹിനികളുടെ കാര്യം വരുമ്പോൾ പാകിസ്ഥാനേക്കാൾ വളരെ മുന്നിലാണ് ഇന്ത്യ. പാകിസ്ഥാൻ ആകെ 5-6 അന്തർവാഹിനികളാണുള്ളത്. അതുതന്നെ പഴയ അന്തർവാഹിനികളാണ്. അവ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളൊന്നും പാകിസ്ഥാനില്ല. അത് വേഗത്തിൽ കൈവശപ്പെടുത്താനും പറ്റില്ല. ലോകത്തിൽ തന്നെ 5-6 രാജ്യങ്ങൾക്കാണ് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളുള്ളത്. അതിലൊന്നാണ് ഇന്ത്യ. പക്ഷെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ആയുധങ്ങളെയും നമ്മുടെ ഒരു സൈനിക ശേഷിയെയും താരതമ്യം ചെയ്യുന്നത് ചൈനയുമായിട്ടാണ്. കാരണം പാകിസ്ഥാനേക്കാൾ നമ്മൾ മുകളിലാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആശ്വസിക്കാൻ പറ്റില്ല. പാകിസ്ഥാനെ പോലെ തന്നെ ചൈനയും നമ്മുടെ അയൽരാജ്യമാണ്. ചൈനയും ഇന്ത്യയുമായി നല്ല ബന്ധമല്ല. ചൈനയുടെ ആക്രമണവും ഏത് സമയത്തും ഇന്ത്യക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയുമായിട്ടാണ് നമ്മുടെ ആയുധബലത്തെ നമ്മൾ തന്നെ ഇപ്പോൾ താരതമ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ സൈനിക ശേഷിയെയും ചൈനയുമായിട്ടാണ് ചെയ്യുന്നത്. ഇനി പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ഇന്ത്യയിൽ ആക്രമിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ചാണ് ഇറാനെ ആക്രമിക്കുന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങൾ കൂട്ടം കൂടി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യം മുൻകൂട്ടി കണ്ടേ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഈ പുതിയ മസഗോൺ ഡോക്കും അതുപോലെ തന്നെ തൈസൻ കുറുപ്പുമായിട്ട് ചേർന്നിട്ടുള്ള ഈ പുതിയ അന്തർവാഹിനികളുടെ നിർമ്മാണത്തിൽ വേഗത്തിൽ തന്നെ ഇന്ത്യ അതിലേക്ക് കടക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു ആയുധ ഇടപാടുകളിൽ ഒന്നായിരിക്കും ഇത്. ഏതാണ്ട് 90,000 കോടിക്ക് മുകളിൽ 8-9 ബില്യൺ $8 ബില്യണോളം US എക്സ്പെൻസ് ആണ് ഇവിടെ വരുന്നത്. പക്ഷെ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ അന്തർവാഹിനികൾ തൽക്കാലം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. ഇതിന് മറ്റൊരു ഗുണമുണ്ട്. ഈ അന്തർവാഹിനികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്നിട്ട് നിശബ്ദമായി എതിരാളികളുടെ
പിന്നെ ക്രിട്ടിക്കൽ അസറ്റ്, അതായത് അവരുടെ പ്രാധാന്യമുള്ള സംവിധാനങ്ങളെ, അത് ഒരുപക്ഷെ അവരുടെ കപ്പലുകളാവാം, അതല്ലെങ്കിൽ അവരുടെ പോർട്ടുകളാവാം. ഇനി പോർട്ടുകളുടെ സമീപത്തെത്തിയിട്ട് അവിടേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതാകാം. അങ്ങനെയുള്ള ഒരുപാട് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണിത്. അപ്പം ഈ അന്തർവാഹിനികൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഗുണം അത് നിശബ്ദമായിട്ട് സമുദ്രത്തിനടിയിലൂടെ നീങ്ങണമെന്നുള്ളതാണ്. അന്തർവാഹിനികളുടെ ശബ്ദം പിടിച്ചെടുക്കുന്ന സോണാർ പോലുള്ള ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ ശബ്ദം ലൊക്കേഷനും കണ്ടെത്തിയിട്ട് ഈ അന്തർവാഹിനികൾക്കെതിരെ ആയുധം പ്രയോഗിക്കുകയാണ് പലപ്പോഴും ശത്രുക്കൾ ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ രണ്ട് കാര്യം. ഒന്ന്, ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് സമുദ്ര ഉപരിതലത്തിലേക്ക് എത്താതിരിക്കണം. രണ്ടാമത്തേത്, ഇത് നിശബ്ദമായിട്ട് വേണം നീങ്ങേണ്ടത്. ഈ രണ്ട് ക്വാളിറ്റീസും ഉള്ള ഒരു അന്തർവാഹിനിയാണ് P-75 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഇപ്പം നമ്മൾ നിർമ്മിക്കുന്നത്. നമ്മുടെ കൈവശമുള്ള പരമ്പരാഗത അന്തർവാഹിനികൾ പലതിനും ഈ ലെവലിലുള്ള കുറഞ്ഞ നോയ്സ് ലെവലല്ല. ഇപ്പോഴത്തെ ഈ പുതിയ അന്തർവാഹിനിക്ക് ഒരു ആണവ അന്തർവാഹിനിയേക്കാൾ കുറഞ്ഞ നോയ്സ് ലെവലായിരിക്കും എന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ ആണവ അന്തർവാഹിനികളുമായിട്ട് ഇവ താരതമ്യം ചെയ്യേണ്ട. കാരണം ആണവ അന്തർവാഹിനികൾ വേണമെങ്കിൽ ഒരു വർഷമോ ഒക്കെ സമുദ്രത്തിനടിയിൽ മുകളിലോട്ട് പൊങ്ങി വരാതെ അവയ്ക്ക് കിടക്കാൻ പറ്റും. കാരണം അവയ്ക്ക് അതിൽ ആകെ ഒരു തടസ്സം, അതിൽ ജോലി ചെയ്യുന്ന സൈനികർക്ക് വേണ്ട ഭക്ഷണം തീരുമ്പോൾ മാത്രമാണ് അത് കരയിലേക്ക് വരുന്നത്. അതായത് മാസങ്ങളോളം കടലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ശത്രുവിനെ കാത്തിരിക്കുക. ഈ എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ ഉള്ളവയ്ക്കാകട്ടെ ഏതാണ്ട് 3 ആഴ്ച തൊട്ട് 1 മാസം വരെയാണ് അവ അടിത്തട്ടിൽ മുങ്ങിക്കിടക്കുന്നത്. അതിനുശേഷം അവയ്ക്ക് മുകളിലേക്ക് വരേണ്ട വരും. പിന്നെ ഇതോടൊപ്പം തന്നെ ഇന്ത്യ മറ്റൊരു കാര്യവും മറ്റൊരു രീതിയിലും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പരീക്ഷിച്ചു. നമ്മൾ കടലിൽ നിന്നും 3 തരത്തിലാണ് പിന്നെ നമ്മളുടെ ബലിസ്റ്റിക് മിസൈലുകൾ. ഒന്ന് കരയിൽ നിന്നും, ഒന്ന് ആകാശത്തു നിന്നും, ഒന്ന് പിന്നെ കടലിൽ നിന്നും. ആ കടലിൽ നിന്ന് എന്ന് പറയുമ്പോൾ കപ്പലിൽ നിന്നുമാകാം, അന്തർവാഹിനികളിൽ നിന്നുമാകാം. അതുപോലെ തന്നെ അത്തരം ക്രൂയിസ് മിസൈലുകളും നമ്മൾ തയ്യാറാക്കുകയാണ്. ആ ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണം ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഈ വരാനിരിക്കുന്ന അന്തർവാഹിനികളിലൊക്കെ തന്നെ ക്രൂയിസ് മിസൈൽ വരും. ഇന്ത്യ തന്നെ നിർമ്മിച്ച നിർഭയ് പോലുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലുകൾ ഇതിൻ്റെ ഭാഗമാകും. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇതിൻ്റെ ഭാഗമാകും. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ശത്രുക്കൾക്ക് നേരെ നമുക്ക് നടത്താൻ പറ്റും. വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും വലിയ മേൽക്കൈ ഇവ നൽകും. ചൈനയുമായുള്ള ഒരു ഏറ്റുമുട്ടൽ അവരോടൊപ്പം നിൽക്കാനും അവരെ തടയാനുമുള്ള ശേഷിയാണ്. അവർക്ക് ഈ ശേഷിയൊക്കെ ഉണ്ട്, അത് നമ്മൾ മറക്കണ്ട. ഈ ശേഷി നമുക്ക് വന്നതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അവരെ നമ്മൾ ആക്രമിച്ച് ഇല്ലാതാക്കും എന്നുള്ള തെറ്റിദ്ധാരണയും വേണ്ട. പക്ഷെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ വ്യക്തമായ മേൽക്കൈ ഇതെല്ലാം ഇന്ത്യക്ക് നൽകും. പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഒരു ശത്രു പോലും അല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പതുക്കെ നീങ്ങി തുടങ്ങും. ഇത് ഒരു ഭാഗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവിനെ എതിരെ നമ്മൾ മേൽക്കൈ നേടുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് മാത്രം പിന്നെ വിഷമിച്ചാൽ മതിയാവും. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ അന്തർവാഹിനികളുടെ ഒരു മെച്ചപ്പെട്ട ടെക്നോളജി, അതുപോലെ കൂടുതൽ എണ്ണവും നമുക്ക് വരുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന നേട്ടം. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരുന്ന ദിവസം നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓക്കെ, താങ്ക് യു.